നമുക്കൊരുമിച്ച് ഇന്ന് വർക്കല ക്ലിഫിലേക്ക് ഒരു യാത്ര പോയാലോ? കേരളത്തിലെ ഗംഭീരമായ കടൽത്തീര അത്ഭുതവും ഒരു ഭൗമ പൈതൃക സ്ഥലവുമാണ് വർക്കല ക്ലിഫ്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വർക്കല, അതിശയിപ്പിക്കുന്ന പാറക്കെട്ടുകൾ, മനോഹരമായ ബീച്ചുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയാൽ പ്രശസ്തമായ കേരളത്തിലെ ഒരു മനോഹര പട്ടണമാണ്. വിദൂരങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഗംഭീരമായ ഒരു സ്ഥലം. തീരത്ത് നിന്ന് നാടകീയമായി ഉയർന്നു നിൽക്കുന്ന വർക്കല ക്ലിഫ് അറബിക്കടലിൻ്റെ വിശാലമായ കാഴ്ചകളെ പ്രദാനം ചെയ്യുന്നു. നോർത്ത് ക്ലിഫ് എന്നറിയപ്പെടുന്ന ഈ പാറക്കെട്ട് തീരത്ത് 1 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ചില സ്ഥലങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും 80 മീറ്റർ വരെ ഉയരത്തിലാണ് ഇവ. തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ഏക പ്രദേശമാണ് വർക്കല ക്ലിഫ്. വിദേശികളെയും സ്വദേശികളെയും ആകർഷിക്കാൻ പാകത്തിന് നിരവധി സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നമ്മൾ നടന്നു നീങ്ങുന്ന പാതകളിൽ ഇരുവശങ്ങളിലായി ബാഗുകൾ, ചെരുപ്പുകൾ, തുണിത്തരങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, കടൽ തീരത്ത് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വൈവിധ്യങ്ങളായ രുചികൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പാറക്കെട്ടിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പാപനാശം ബീച്ച് അതിൻ്റെ പ്രകൃതിദത്തമായ നീരുറവകൾക്ക് പേരുകേട്ടവയാണ്. കൂടാതെ ചികിത്സാ ഗുണങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ബീച്ചിൽ നിന്ന് കയറി എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോൾ വീണ്ടും ഒരുപാട് സ്റ്റാളുകൾ കാണാനിടയായി. ഇവിടെ പറയാതെ വയ്യ, എല്ലാത്തിനും കൊല്ലുന്ന വിലയാണ്. പിന്നെ വിദേശികളെ മാത്രം മുന്നിക്കൊണ്ടാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും കച്ചവടം നടത്തുന്നത്. വില പേശുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വില കുറവിന് തുണികളൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. നല്ല ഒരു കടലിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് സാധ്യമാകുന്നുണ്ട്. ഡേഞ്ചർ സോൺ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് മലകളുടെ ചില ഭാഗങ്ങൾ പാറക്കെട്ടുകൾ ഇടിഞ്ഞു പോയിട്ടുള്ളവയാണ്. വർക്കല ക്ലിഫ് മനോഹരമായ കാഴ്ചാ കേന്ദ്രം മാത്രമല്ല, അത് പ്രവർത്തനങ്ങളുടെ ഊർജ്ജസ്വലമായ കേന്ദ്രം കൂടിയാണ്. പാറക്കെട്ടിൻ്റെ അരികിൽ നിരവധി കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ മുതൽ കരകൗശല വസ്തുക്കൾ വരെ വിൽക്കുന്ന കടകൾ കാണാം. സന്ദർശകർക്ക് രുചികരമായ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ആസ്വദിക്കാം. ക്ലിഫിനോട് ചേർന്ന് നിരവധി ഗസ്റ്റ് ഹൗസ്, റിസോർട്ടുകൾ എന്നിവയും യോഗ, ധ്യാന കേന്ദ്രങ്ങളും വ്യാപകമായി കാണാൻ സാധിച്ചു. സർഫിങ്, പാരാസെയിലിങ് തുടങ്ങിയ ജലകായിക വിനോദങ്ങളിൽ പങ്കെടുക്കാം. ഇതിൻ്റെ പരുക്കൻ സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും വിശ്രമവും പുനരുജ്ജീവനവും ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സന്ദർശകർക്ക് അറബിക്കടലിൻ്റെ അനന്തമായ വിസ്തൃതിയിലേക്ക് നോക്കാൻ കഴിയും. അവിടെ മത്സ്യബന്ധനത്തിന് ബോട്ടുകൾ, തിരമാലകളിൽ സഞ്ചരിക്കുന്ന സർഫർമാരെയും നിറഞ്ഞിരിക്കുന്നു. പാപനാശം ബീച്ചിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ബലിമണ്ഡപവും ഇവിടെ നിന്ന് ബലിതർപ്പണം ചെയ്യുന്ന ആളുകളും. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള പുണ്യാത്മാക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വളരെ പ്രശസ്തമാണ് പാപനാശം കടപ്പുറം.
ഇനി നമ്മൾ പോകുന്നത് ഈ ക്ലിഫിന് മുകളിൽ പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജനാർദ്ദനൻ ക്ഷേത്രത്തിലേക്കാണ്. വാസ്തുവിദ്യാ മഹത്വത്തിനും ആത്മീയ പ്രാധാന്യത്തിനും വേണ്ടി സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ഈ ജനാർദ്ദനൻ ക്ഷേത്രം. വർക്കല ക്ലിഫിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.